ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുമ്പോൾ മോൾ ഇങ്ങനെ നിന്നിരുന്നതാ, ഒന്നും അറിയാത്ത പോലെ. എനിക്ക് മനസ്സിലായി മോൾക്ക് അത് റൈറ്റിങ്ങിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ശരിക്കും അബുദാബിയിലാണ്. അപ്പോൾ അവിടെ മോൾക്ക് അഡ്മിഷൻ നോക്കണ സമയത്ത് ഞാൻ വിചാരിച്ച് ശരിക്കും ഞാനും വീട്ടിലിരുന്ന് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നിരുന്നത്. പക്ഷെ മദ്രസയിൽ ചേർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി മോൾക്ക് അത് റൈറ്റിങ്ങിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പെൻസിൽ പോലും പിടിക്കാൻ അറിയണില്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഈ ഓൺലൈനും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് ഇൻ്റർവെൽ ലേണിംഗ്. പിന്നെ അതിനെക്കുറിച്ച് കുറേ ആൾക്കാരോട് ചോദിച്ച് എല്ലാവരും നല്ല ഫീഡ്ബാക്ക് തന്നപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇൻ്റർവെല്ലിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ അവിടെ എത്തി നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം 2-3 ടീച്ചേഴ്സിനെ മാറ്റി മോൾക്ക് ഇഷ്ടമാവണ വരെ ഡെമോ ക്ലാസ് തന്ന് അങ്ങനെ ഓക്കെ ആക്കിയതാണ് ഇപ്പോഴത്തെ മാം, ഇഷാര മാം. നല്ല ഹെൽപ്ഫുള്ളാണ്. ഇപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സിന് ഇരിക്കാനും. അതെ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഇരിപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ അവൾ ഇരിക്കുകയും ചെയ്യും. ഭയങ്കര എനിക്ക് ഇരിക്കണം, നാളെ ക്ലാസ് ഉണ്ടാകുന്ന ഇങ്ങോട്ട് ചോദിച്ചു വരും. അപ്പം എനിക്കത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആണ്. മോൾക്കും അതെ, ഇപ്പോൾ എഴുതാനായാലും വായിക്കാനായാലും കുറച്ചൊക്കെ ഇമ്പ്രൂവ്ഡ് ആണ് ആള്. മോൾക്ക് ഇപ്പോൾ ആൽഫബറ്റ് എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, നമ്പേഴ്സ് അറിയാം. പിന്നെ ഇപ്പോൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങി. എവിടെ ചെന്നാലും അത് റീഡ് ചെയ്തതാണ്, അത് മാം പഠിപ്പിച്ചതാണ്. നമ്മൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഓരോ ബോർഡ് കണ്ടാലും അവൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതൊക്കെ ഒരു നല്ലൊരു ഫീഡ്ബാക്കാണെന്ന് എനിക്ക് തോന്നിയത്. ഇൻ്റർവെൽ ലേണിങ്ങിൽ വരാനായിട്ട് മുന്നേ മോൾക്ക് ഒന്നും അറിയില്ല. നമ്മളിപ്പോൾ നെയ്ബേഴ്സൊക്കെ വരുമ്പോഴും അവർ സ്കൂളിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുമ്പോൾ മോൾ ഇങ്ങനെ നിന്നിരുന്നതാ, ഒന്നും അറിയാത്ത പോലെ. ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ അവൾ തന്നെ അങ്ങോട്ട് കയറി സംസാരിക്കും, ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എല്ലാത്തിലും ഒരു ആക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ഐ എം സോ ഹാപ്പി.